സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തിരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ അത്യന്തം വാശിയേറിയ പോരാട്ടം നടക്കുന്ന തൃശ്ശൂരും കുന്നത്തുനാടുമാണ്. നമുക്ക് ആദ്യമായി തന്നെ തൃശ്ശൂരിൽ നിന്ന് ആരംഭിക്കാം. തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥി ആലൻകോട്ട് ലീലാകൃഷ്ണൻ, UDF സ്ഥാനാർത്ഥി രാജൻ പല്ലൻ, NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ P ബാലചന്ദ്രൻ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ UDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ മണ്ഡലമാണ് തൃശ്ശൂർ. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ സ്ഥാനാർത്ഥിയുടെയും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന 5 ഘടകങ്ങളിൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലെ സമ്മതിദായകർ എങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിന് 1ാം സ്ഥാനം തൃശ്ശൂർക്കാർ നൽകുന്നത് UDF-നാണ്, 2ാം സ്ഥാനം LDF-നും. യുവജന പിന്തുണയിലും വോട്ടർമാരുടെ ഇടയിലുള്ള വിശ്വാസ്യതയിലും UDF 1ാം സ്ഥാനത്താണ്. ഈ 2 ഘടകങ്ങളിലും 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന NDA ആണ്. നേതൃപാടവത്തിൽ 1ാം സ്ഥാനത്ത് LDF ആണ്, 2ാം സ്ഥാനത്ത് UDF-ഉം. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF 1ാം സ്ഥാനത്താണ്, LDF 2ാം സ്ഥാനത്തും. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഓരോ ഘടകങ്ങളെയും സെമിയോട്ടിക്ക AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി അപഗ്രഥിച്ച് നമ്മൾക്കായി അവതരിപ്പിക്കുകയാണ്. തൃശ്ശൂർ ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ UDF സ്ഥാനാർത്ഥിക്ക് വ്യക്തമായ ഒരു മുന്നേറ്റമാണ് സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നത്. UDF സ്ഥാനാർത്ഥി ഏകദേശം 42% വോട്ട് വിഹിതം നേടി വിജയിക്കുമെന്നാണ് സെമിയോട്ടിക്ക നമ്മളോട് പറയുന്നത്. NDA സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്ത് 31% വോട്ട് വിഹിതം, LDF സ്ഥാനാർത്ഥിക്ക് 28% വോട്ട് വിഹിതവും സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നു. ഇനി നമുക്ക് അത്യന്തം വാശിയേറിയ പോരാട്ടം നടക്കുന്ന എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് പോകാം. ഇവിടെ LDF സ്ഥാനാർത്ഥി PV ശ്രീനിജ്, UDF സ്ഥാനാർത്ഥി BP സജീന്ദ്രൻ, NDA സ്ഥാനാർത്ഥി ബാബു ദിവാകരൻ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാടിൽ PV ശ്രീനിജിൻ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ UDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി വിജയിച്ച മണ്ഡലമാണ് ഇവിടെ. അന്ന് അദ്ദേഹത്തിന് 34% വോട്ട് വിഹിതമാണ് ലഭിച്ചത്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ സ്ഥാനാർത്ഥികളുടെയും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന 5 ഘടകങ്ങളിൽ എങ്ങനെയാണ് കുന്നത്തുനാടിലെ സമ്മതിദായകർ ഓരോ പാർട്ടികളെയും വിശകലനം ചെയ്യുന്നത്, വിലയിരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിനും യുവജന പിന്തുണയിലും 1ാം സ്ഥാനം വന്നിരിക്കുന്നത് NDA ആണ്. ഈ 2 ഘടകങ്ങളിലും UDF 2ാം സ്ഥാനത്താണ്. വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃപാടവം, സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം, ഈ 3 ഘടകങ്ങളിലും UDF ആണ് 1ാം സ്ഥാനത്ത്. ഇതിൽ വോട്ടർമാരിലുള്ള വിശ്വസ്തതയിലും നേതൃപാടവത്തിലും NDA ആണ് 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ LDF 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു. ഒരു സ്ഥാനാർത്ഥിയുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക നമുക്കായി അപഗ്രഥിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം ആര് കുന്നത്തുനാട് മണ്ഡലം കൈയടക്കുമെന്നുള്ളത്. സെമിയോട്ടിക്ക ഇപ്പോൾ പ്രവചിക്കുന്നത് കുന്നത്തുനാട് NDA സ്ഥാനാർത്ഥിക്ക് ഒരു നേരിയ ഭൂരിപക്ഷമാണ്, ഏകദേശം 41.5% വോട്ട് വിഹിതമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നതെന്ന് സെമിയോട്ടിക്ക AI പ്രവചിക്കുകയാണ്. ബാബു ദിവാകരന് 2ാം സ്ഥാനത്തുള്ള UDF സ്ഥാനാർത്ഥിക്ക് ഏകദേശം 37% വോട്ട് വിഹിതമാണ് പറയപ്പെടുന്നത്. LDF-ന് 22% വോട്ട് വിഹിതവും. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ ഉടനെ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.